വലിയ കൊടുമുടിയുടെ മുകളിലെത്തിയിട്ടുണ്ട് കേട്ടോ. എന്താ രസം നോക്കി. വലിയൊരു വ്യൂ പോയിൻ്റാണ്. ഇവിടെ നിന്നാൽ നമ്മൾ വന്ന സ്ഥലം മുഴുവൻ കാണാം. ഈ മലയുടെ അങ്ങേ ചെരുവിൽ നിന്നാണ് നമ്മൾ വരുന്നത്. ഞാൻ പോയ വഴി ഇതാണ്. ഇത് കേട്ടോ പാടശേഖരമാണ് താഴെയെല്ലാം. അവിടുത്തെ ഗോതമ്പ് കൃഷിയുടെ കൊയ്ത്തെല്ലാം കഴിഞ്ഞ സമയമാണ്, വിളവെടുപ്പെല്ലാം കഴിഞ്ഞ സമയമാണ്. അങ്ങനെ നമ്മൾ ആ വലിയ കാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. കാടല്ല, ഇതൊരൊറ്റ ആൽമരമാണ്, ബെന്യാൻ ട്രീ. അപ്പോൾ ഈ ഒറ്റ ആൽമരത്തിൽ നിന്നുള്ള ശാഖകളാണ് ഈ ഇറങ്ങി നിൽക്കുന്നതെല്ലാം. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്കൊന്ന് പോകാം. സബ്ജി മേ ജാക്കെ ആയേഗാ. പേരാലാണ്. പേരാലിൻ്റെ ആ ഒരു വേരുകൾ ഇറങ്ങി നിൽക്കുന്നതാണ് കാണുന്നത്. കാലപ്പഴക്കം മൂലം ഒടിഞ്ഞു പോയ വേരുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ ബെന്യാൻ ട്രീയുടെ ആ ഒരു ഏരിയയിലൂടെ ഞാനിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതും വെള്ളത്തിന് വളരെ സാധ്യത കുറഞ്ഞ ഒരു പ്രദേശത്താണ് ഈ ഒരു മരം നിൽക്കുന്നതെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതിൻ്റെ വേരുകളിങ്ങനെ ഇറങ്ങി കരിങ്കല്ലിനുള്ളിലൂടെ മണ്ണിലേക്ക് ആഴ്ന്നു പോയിരിക്കുന്നതാണ് നമുക്ക് കാണാൻ പറ്റുക. എത്ര മനോഹരമാണെന്ന് നോക്കി. ഒരു കാട്, എൻ്റെ മുകളിൽ ഒരു കാട് തന്നെ നിൽക്കുകയാണ്. ഇത് മുകളിലേക്ക് കുറേ ദൂരം കൂടിയുണ്ട്. നമ്മൾ താഴോട്ടാണ് ഇപ്പോൾ ഇറങ്ങി വന്നത്. ഇതിൻ്റെ താഴെക്കൂടെ ഈ മലഞ്ചെരുവിൽ കൂടി ഒരു നദി ഒഴുകി പോകുന്നുണ്ട്. ഇവിടുത്തെ മണ്ണ് നല്ല ഫലഭൂയിഷ്ടമായ മണ്ണാണ്. കാരണം ഈ മരത്തിൻ്റെ തന്നെ ഇല വീണ് പൊടിഞ്ഞ്, അതോടൊപ്പം തന്നെ ഈ ഗ്രാമത്തിലുള്ള പശുക്കളെയെല്ലാം ഇതിൻ്റെ അടിയിലാണ് വന്ന് രാത്രിയിൽ വിശ്രമിക്കുന്നത്. അപ്പോഴത്തെ ഇതാണ് ആ ബെന്യാൻ ട്രീയുടെ ഒരു വലിയ കാഴ്ച നമുക്ക് കാണാൻ പറ്റുക. ഇതൊക്കെ രാജസ്ഥാനിലെ അപൂർവ കാഴ്ചകളാണ്. അതായത് ഒരു മരുഭൂമിയായ പ്രദേശത്ത് രാജസ്ഥാൻ എന്ന ആ ഒരു താർമരുഭൂമി തുടങ്ങുന്നതിന് മുൻപുള്ള ഒരു പ്രദേശത്ത് കാണുന്ന ഒരു വലിയ ഒറ്റ മരം. ഈ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.